പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എൻ്റെ സ്നേഹവന്ദനം. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഞങ്ങൾ നടത്തിയിട്ടുള്ള അഖണ്ഡ ജപമാലയുടെ യോഗ്യതയാൽ ലക്ഷക്കണക്കിന് ജപമാലകളുടെ ശക്തിയാൽ കർത്താവെ, അങ്ങ് മരിച്ചവരെ പോയി ഉയർപ്പിച്ചുകൊണ്ട് വരുന്ന രീതിയിൽ കോമാ സ്റ്റേജിൽ പോയിരുന്നവരെ കർത്താവ് ഉടമ്പടിയോടെ തിരിച്ചു കൊണ്ടുവരുന്നുണ്ട് ഈശോയെ. ആശുപത്രിയിലുള്ള രോഗികളെല്ലാം സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ. കുടുംബങ്ങളിൽ കിടപ്പായി പോയ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിച്ചു. രോഗി കിടന്നു പോയതിൻ്റെ പേരിൽ ഇപ്പോൾ ജോലിക്ക് അവിടെ ബൈസ്റ്റാൻഡറായിട്ടുള്ളവർക്ക് ആ രോഗിയെ നോക്കുന്നവർക്ക് ജോലിക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ സാമ്പത്തികമായ തകർച്ചയും കടങ്ങളും വന്നിട്ടുള്ളവർ എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കുമെന്നൊരു എത്തും വരില്ല, വിഷമിക്കുന്നുണ്ട് ഈശോയെ. മക്കളില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഇന്ന് 28 കൊല്ലമായിട്ട് മക്കളില്ലാത്ത ഒരാൾക്ക് ഞാൻ പ്രാർത്ഥിച്ചു കർത്താവ്. എന്നിട്ട് 28ാമത്തെ കൊല്ലവും പോലും കർത്താവെ അവരുടെ കണ്ണുനീര് കണ്ടാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം അങ്ങനെയുള്ളവർ 28ാമത്തെ കൊല്ലവും അവർക്ക് ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി എന്തുമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ദൈവമേ. കർത്താവെ, അവരെല്ലാം നീ സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങക്ക് അസാധ്യമായ ഒന്നുമില്ല. ഈ കല്ല് നെബ്രാസാദിൽ ജനിപ്പിക്കുവാൻ ദൈവത്തെ കഴിയുന്നവരുടെ ദൈവത്തിൻ്റെ വാക്കിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ ആശീർവാദത്തെ കർത്താവ് മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും നീ ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്കെല്ലാം അവരുടെ കുഞ്ഞുങ്ങളുണ്ടാവുകയും അവർ നിന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വരായി നീക്കുവാമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം. ഇന്നത്തെ നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ക്രിസ്തുവിൽ വളരാൻ വേണ്ടി അതെങ്ങനെ പ്രയോജനപ്പെടുന്നു? ഫിലിപ്പ് 4:11 എടുത്തേ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്. എനിക്കധികം കുറവുള്ളതുകൊണ്ടല്ല ഞാനിത് പറയണത്. കാരണം ഏത് സാഹചര്യത്തിലും അപ്പൊ പരാജയം വന്നാലും വിജയം വന്നാലും സംതൃപ്തിയോടെ കഴിയാൻ. പരാജയം വന്നാലും ഇപ്പൊ പൊതുജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടാം, കുടുംബത്തിൽ വിജയിക്കാം. ചിലപ്പോൾ കുടുംബത്തിൽ പരാജയപ്പെടാം, പൊതുജീവിതത്തിൽ വിജയിക്കുക.
അപ്പോൾ ഏത് സാഹചര്യത്തിലും പിന്നെ നമുക്കെന്താ വേണ്ടത്? സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. അഥവാ ദൈവം എന്നെ പഠിപ്പിച്ചിരുന്നേ പറയണതേ. ദൈവം എന്നെ അപ്പം നമ്മുടെ അതായത് ഒരു സമീപനമാണ് ലൈഫിൽ വരുമ്പോൾ. അപ്പം ചില ആൾക്കാർ അവരുടെ മനസ്സിരിപ്പ് പോലെ നടക്കണില്ല എന്നുണ്ടെങ്കിൽ ഉടനെ പ്രാർത്ഥന കുറഞ്ഞ്, ഉടനെ ദൈവത്തിൽ നകന്ന്, പള്ളിയിൽ നകന്ന് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ പൗലോസ് പറഞ്ഞ അങ്ങനെയല്ല, ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ. അതാണ് സുവിശേഷവിധമായ ഒരു നിലപാടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. സാഹചര്യം ചിലപ്പോൾ മാറിയും പറഞ്ഞൊക്കെ വരും. പക്ഷെ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഗ്രാഫ് ഉയർന്നതിനെ നിൽക്കണം. പൗലോസ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ ജീവിക്കാൻ, താഴ്ന്നതിലും ജീവിക്കാൻ എനിക്കറിയാം. അതുപോലെ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അപ്പം ദൈവാനുഭവങ്ങളെല്ലാം അദ്ദേഹം പരിശീലനമായിട്ടാണ് കാണുന്നത്. വിജയപരാജയങ്ങളെയെല്ലാം സുവിശേഷം പരിശീലനമായിട്ടാണ് കാണുന്നത്. എന്തിനു വേണ്ടിയാണ്? ഏത് സാഹചര്യത്തിലും ആ പരിശീലനം ലഭിച്ചതിന് മാത്രമേ അവൻ കമാൻഡറായിരിക്കും, അവൻ സംതൃപ്തനായിരിക്കും. ഇപ്പം ചൈനക്കാർ പറയുവേ ഒരു പഴമൊഴി, ഈ ഒരു പന്നിക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക, ഒരു മനുഷ്യക്കുഞ്ഞിനും ആവശ്യത്തിലേറെ ഭക്ഷണം കൊടുക്കുക. അവസാനം എന്ത് സംഭവിക്കും? അവസാനം നിനക്ക് വെട്ടാൻ പറ്റിയ ഒരു നല്ല പന്നിയെ കിട്ടും. അതുപോലെ തന്നെ നശിപ്പിൻ്റെ സന്ധതയായിട്ടുള്ള ഒരു മനുഷ്യനെയും കിട്ടും. അപ്പം അതായത് ഓരോ രീതികളിൽ നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടി അതനുസരിച്ച് നമ്മൾ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജീവിതം നമ്മളെ കീഴടക്കി കളയും. അതുകൊണ്ടാണ് പല ആൾക്കാർക്കും പൊരുത്തപ്പെടാൻ പറ്റണില്ല, സാഹചര്യങ്ങളൊക്കെ പൊരുത്തപ്പെടാൻ പറ്റണില്ലല്ലോ. എനിക്ക് ചില സമയത്ത് തോന്നിയൊരു, ഇൻക്ലൂഡിങ് മൈസെൽഫ്, എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടുന്നുണ്ട് ഇന്ത്യയിൽ മൊത്തം ആൾക്കാർക്ക്. ഇപ്പം അങ്ങനെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ ഭരണതലത്തിലുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എല്ലാവർക്കും ഒരു പട്ടാളത്തിൻ്റെ ട്രെയിനിങ് കിട്ടണമെന്ന്. നമ്മുടെ വീട്ടിലൊക്കെ ഈ ബിസ്ക്കറ്റ് പിള്ളേരുടെ അമൂൽ ട്രെയിനിങ് അല്ലേ കിട്ടണത് നമുക്ക്. അപ്പം അങ്ങനെ വരുമ്പോൾ അവരൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അവർക്ക് എല്ലായിടത്തും അവർ ഡർബാറായിരിക്കണം, എല്ലാം അവർക്ക് കിട്ടണം. ഈ വാങ്ങിക്കുന്നവൻ എപ്പോഴും വാങ്ങിച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴും അവർക്കൊരിക്കലും പൊരുത്തപ്പെടാൻ പറ്റത്തില്ല സാഹചര്യത്തോട്. അപ്പോൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഏത് സാഹചര്യത്തിലും സാഹചര്യം മാറിയാലും ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു മാനദണ്ഡം അതാണ്. ഒരാൾ ആധ്യാത്മികനാണോ അല്ലയോ എന്നറിയണത് എങ്ങനെയാണ്? സാഹചര്യം മാറിയാലും അയാൾക്ക് സംതൃപ്തി മാറുന്നില്ലേടാ. ഫിലിപ്പിയർ 4:11-12 താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കാനും ഏത് സാഹചര്യത്തിലും കഴിയാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ദൈവം തന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പരിശീലനം. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം. 4:11 വായിച്ചേ. എനിക്ക് എന്തെങ്കിലും കുറവുള്ളത് കൊണ്ടല്ല ഞാനിത് പറയുന്നത്, കാരണം ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ കഴിയാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആ വിഷയം. ഇപ്പം ആധ്യാത്മികത ഒരു വ്യക്തി ദൈവമായിട്ട് അടുപ്പമുള്ളവനാണോ അല്ലയോ, ആധ്യാത്മികയുടെ ഇരുത്തം വന്നവനാണോ അല്ലയോ എന്നുള്ളത് എങ്ങനെയാണ്? ഏത് സാഹചര്യത്തിൽ അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇവൻ കൈവരിക്കുന്ന മനസ്സിൻ്റെ സമാനതയാണ്. സമാനതയെന്ന് പറയാൻ പറ്റത്തില്ല, ആ മനസ്സിൻ്റെ സമാനതയൊക്കെ ധ്യാനത്തിൽ നിന്ന് വരുത്തിയെടുക്കാൻ പറ്റും. ഇപ്പം യോഗാധ്യാനം അതുപോലെയുള്ള ധ്യാനങ്ങളിൽ നിന്നൊക്കെ ഈ മനസ്സിൻ്റെ ക്രിസ്ത്യൻ മെഡിറ്റേഷൻ അതിൽ നിന്നൊക്കെ എല്ലാം സാഹചര്യങ്ങൾ നിമ്നോന്നത ആണെങ്കിലും നമുക്ക് മനസ്സിൻ്റെ ഒരു സമനില കൈവരിക്കാൻ പറ്റും. പക്ഷെ അതല്ല സുവിശേഷത്തിൻ്റെ സമനില എന്ന് പറയുന്നത്. സുവിശേഷത്തിൽ സംതൃപ്തിയാണ്. അത് പരിശുദ്ധാത്മാവായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്താ കാര്യം? അത് പരിശുദ്ധാത്മാവ് നൽകുന്ന, മറ്റെല്ലാം ഇങ്ങനെ എക്സസൈസ് കൊണ്ട് കിട്ടണമല്ലേ.
അപ്പോൾ യോഗ അതുപോലെയുള്ള എല്ലാം എക്സർസൈസ് ആണെന്നാണ് ബൈബിൾ പറയണത്. 1 തിമോത്തി 4:8 ശാരീരികമായ പരിശീലനം കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. ശാരീരികമായ പരിശീലനം കൊണ്ട് ഇപ്പോൾ ബ്രീത്തിങ് എക്സർസൈസ് ഇല്ലേ, അതുപോലെയൊക്കെ എക്സർസൈസ് കൊണ്ട് യോഗ കൊണ്ട് കുറച്ച് പ്രയോജനമുണ്ട്. പിന്നെ എന്നാൽ ആത്മീയത എല്ലാവിധത്തിലും വിലയുള്ളതാണ്. അതായത് ഈ ശരീര പരിശീലനം ഉണ്ടെന്ന് പറഞ്ഞാൽ ആത്മീയത എന്ന് പറയാൻ പറ്റത്തില്ല. ആത്മീയത എന്ന് പറഞ്ഞാൽ ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. റോമ 8:14 ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. ഇത് കണക്ട് ചെയ്യേണ്ട എങ്ങനെയാ വെച്ചാൽ, നമ്മൾ സുവിശേഷവിധ ആത്മീയത എന്ന് പറയണത് ഈ നമ്മൾ കൈവരിക്കുന്ന സമനില ഏത് സാഹചര്യത്തിലും വരുന്ന മനസ്സിൻ്റെ സമനിലയല്ല ശരിക്കും. അതല്ല ആധ്യാത്മികത. ആത്മാവിനാൽ നയിക്കപ്പെടുന്നതാണ് ആത്മീയത. അത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതാണ്. എന്താണ്? ഏത് സാഹചര്യത്തിലും 4:11 പറഞ്ഞില്ലേ, ഫിലിപ്പിയർ 4:11 ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ട്. ഈ പരിശീലനം എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ലഭിച്ചിരിക്കുന്നത്? അതായത് ഈശോ പറഞ്ഞില്ലേ, ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. സംതൃപ്തിയാണല്ലോ വിഷയം. ഈ വെള്ളം കുടിക്കണവന് ഇനി അതൃപ്തി ഉണ്ടാകും. ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് അതൃപ്തി ഉണ്ടാകത്തില്ല, എന്നുവെച്ചാൽ സംതൃപ്തി ഉണ്ടാകുമെന്നാണ്. യോഹന്നാൻ 4:13 എടുത്തേ. യേശു പറഞ്ഞു യോഹന്നാൻ 4:13 യേശു പറഞ്ഞു, ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും. അസംതൃപ്തി ഉണ്ടാകുമെന്നാണ്, തൃപ്തി ഉണ്ടാകത്തില്ലെന്നാണ്, വീണ്ടും ദാഹിക്കുമെന്നാണ്. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഫിലിപ്പിയർ 4:11 എന്താണ്? ഏത് സാഹചര്യത്തിലും സംതൃപ്തിയോടെ ജീവിക്കാൻ എനിക്ക് നല്ല പരിശീലനം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സംതൃപ്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിലുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം ക്രിസ്തീയ സംതൃപ്തിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്, വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സീറ്റ് ഓഫ് മേഴ്സി നമ്മൾ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ്. കൃപയെങ്കിലും ഇതിൻ്റെ അകത്ത് കൃപ നമ്മളെ യോഗ്യതയ്ക്ക് അപ്പുറത്ത് നമുക്ക് അയോഗ്യതയാണെങ്കിലും ദൈവം നമുക്ക് തരുന്ന ദാനത്തിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പോൾ സ്വാഭാവികമായി ഈ മണ്ണിൽ നീ ചവിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഓൺലൈനാണ്, നീ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ലൈറ്റക്കാരൻ്റെ പേരക്കസിലേക്ക് കൃപാസന ശുശ്രൂഷയുമായിട്ട് നിൻ്റെ ജീവിതം ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് കരുണ ലഭിക്കും. ചിലപ്പോൾ നിനക്ക് കിട്ടേണ്ടത് ആ വിഷയം തന്നെ ദൈവം ഇടപെടും, അല്ലെങ്കിൽ രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ പറഞ്ഞു തരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സിൽ വലിയ ബുദ്ധിയുള്ള ആ വലിയ തലയിൽ നിന്ന് നിനക്ക് ആശയങ്ങൾ കിട്ടും. കാര്യം ആശയം, യേശു ഒരേ സമയം തന്നെ ആശയവുമാണ്. നമ്മൾ ഈ ഉടമ്പടിയുടെ ബേസ് എന്താ, അതിൻ്റെ സോഴ്സ് എന്ന് പറയണത്, അതിൻ്റെ ബേസ് എന്ന് പറയണത് ദൈവം നമുക്ക് നൽകിയിട്ടുള്ള 8582 വാഗ്ദാനങ്ങളാണ്. അപ്പോൾ ഈ 8582 വാഗ്ദാനങ്ങളിൽ ഉള്ളതേ ഉള്ളൂ ഒരു മനുഷ്യൻ്റെ അനുദിന ജീവിതവും നിത്യജീവിതവും. ഇപ്പോൾ ഉൽപ്പത്തി മുതൽ ഈ വെളിപാട് വരെയാണ് 8582 വാഗ്ദാനങ്ങളുള്ളത്.
അപ്പോൾ ഈ വാഗ്ദാനങ്ങളിൽ ഓൾറെഡി വാഗ്ദാനം ഇഷ്യൂ ചെയ്തിരിക്കുന്നതാണ്. വാഗ്ദാനം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കീമാണ്. വചനത്തിൽ നമുക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും ദൈവം അതിൻ്റെ ബേസിക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളുടെ രൂപത്തിലാണ്. അപ്പോഴും നമ്മളുടെ സന്താനങ്ങൾ, നമ്മുടെ വിജയം, നമ്മുടെ പഠനം, നമ്മളുടെ വിസ, നമ്മുടെ PR, നമ്മുടെ സ്ഥലം വിൽപ്പന, നമ്മുടെ കിട്ടാത്ത വഴി, നമ്മുടെ കിട്ടാത്ത വെള്ളമില്ലാത്ത കിണർ എന്ന് പറഞ്ഞ എല്ലാ സംഭവങ്ങളും വാഗ്ദാനത്തിൽ ഓൾറെഡി ഉള്ളതാണ്, സ്കീമിലുള്ളതാണ്. സ്കീമിന് പുറത്തൊന്നുമില്ല. ഇപ്പം നിങ്ങൾ ലൈഫ് മിഷനിൽ ചെന്നിട്ട് ചോദിക്കുകയാണ് ഞങ്ങളുടെ വീട് റിപ്പയർ ചെയ്ത് തരാൻ പറഞ്ഞാൽ അവർ തരത്തില്ല. അവരോട് നിങ്ങൾക്ക് പുതിയ വീട് വെച്ച് തരാം, 4 ലക്ഷം രൂപ സർക്കാരും ബാക്കി 8 ലക്ഷം നിങ്ങൾ എടുക്കണമെന്ന് പറയും. കാര്യം എന്താണ്? റിപ്പയർ ചെയ്യാൻ സ്കീമില്ല. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, നിങ്ങളെ വീട് മഴയത്ത് ചോരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ അടുത്തറ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്ന് റിപ്പയർ ചെയ്താൽ നിങ്ങൾക്ക് 20 വിലനത് ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്കറിയാം. ലൈഫ് മിഷൻ്റെ വീട് കിട്ടിയാൽ 4 ലക്ഷത്തിന് പിന്നെ 8 ലക്ഷം വേറെ ഉണ്ടാക്കണ്ടേ? അപ്പോൾ ഇതുകൊണ്ട് ഒരു 2 ലക്ഷം 3 ലക്ഷം രൂപ കിട്ടുകയാണെങ്കിൽ ഇവന് നമുക്ക് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാം എന്ന് നിങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ ഗവൺമെൻറ് എന്താ പറയണത്? അതിന് സ്കീമില്ലെന്ന് പറയും. പക്ഷെ ദൈവത്തിൻ്റെ കയ്യിൽ എല്ലാത്തിനും സ്കീംസ് ഉണ്ട്. നമ്മൾ സ്കീമില്ലെങ്കിൽ ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പഞ്ചായത്ത് സെക്രട്ടറിക്കോ ആർക്കോ MLAക്കോ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ MP ഫണ്ട്, MLA ഫണ്ട് എന്നൊക്കെ പറഞ്ഞില്ലേ, അപ്പം അതിനൊക്കെ ഉപയോഗിക്കുന്ന സ്റ്റാറ്റ്യൂട്ട്സ് ഉണ്ട് ഗവൺമെൻറ്റിൻ്റെ. 5 പൈസ ഗവൺമെൻറ് MPക്ക് പോലും എടുത്ത് മുടക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒബ്ജക്ഷനും CIGയും വിജിലൻസും ഒക്കെ എല്ലാം വരും, എല്ലാ സിറ്റുവേഷൻസ് വരും. അപ്പോൾ എന്ത് പറഞ്ഞു? പക്ഷേ എന്താ സംഭവിച്ച? സ്കീമില്ലാത്തത് കൊണ്ടാണ്. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ സെക്കുലർ കാര്യം പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ അത് ആധ്യാത്മിക കാര്യമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്യണമെങ്കിൽ കറക്റ്റായിരിക്കും. കാര്യം ദൈവം ഇപ്പം നിനക്ക് വാർദ്ധക്യമാണ്, അപ്പം നിനക്ക് നിൻ്റെ രോഗം മാറി നിനക്ക് പഴയ ആരോഗ്യത്തിലേക്ക് വരണം, അതിന് സ്കീമുണ്ട്. ആ സ്കീമുണ്ട് അതിൻ്റെ അകത്ത്. ബൈബിളിൽ പല വിഷയങ്ങളിലും പറഞ്ഞു പല മേഖലകളിലും നിൻ്റെ ആരോഗ്യം, നിൻ്റെ ആയുസ് തന്നെ ദൈവം നീട്ടി തന്നെ കണ്ടിട്ടുണ്ട്. അതും ബൈബിളിലുള്ളതാണ്, ഉടമ്പടിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഇന്ന കാര്യം ഇപ്പം നിനക്ക് കടങ്ങൾ പരിഹരിച്ചു, അല്ലെങ്കിൽ നിൻ്റെ പഠനങ്ങൾ. ഇപ്പോൾ ഒരു സാക്ഷ്യം എന്താ വന്നിരിക്കണത്, അവർക്ക് MSc ആണ്. അവർ MSc അവർക്ക് വേണ്ടത് ഫിസിക്സാണ്. ഫിസിക്സിൻ്റെ PhD വരണത്. MSc PhD അവർക്ക് വേണ്ടത് ഫിസിക്സിലെ. പക്ഷേ എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ്. അപ്പം BSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ബാക്കി MSc സെക്കൻഡ് സെമ്മിൻ്റെ പേപ്പർ ഫെയിലാണ് അവർ. അപ്പം PhD കിട്ടത്തില്ലല്ലോ, ഉറപ്പല്ലേ? അപ്പോഴേ ഫസ്റ്റ് സെമ്മിൻ്റെ പേപ്പർ അവർ ജയിച്ചിട്ടുണ്ട്, 3rd സെം ജയിച്ചിട്ടുണ്ട്, 4th സെം ജയിച്ചിട്ടുണ്ട്. പക്ഷേ സെക്കൻഡ് സെം അവർ ഫെയിലാണ്. അപ്പം PhD കിട്ടത്തില്ല. ഉടമ്പടി ഭാഷ എന്താ പറയേണ്ടത്? മെറിറ്റില്ല. അതല്ല സംഭവം. ഉടമ്പടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മെറിറ്റില്ല. കേട്ടോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് യോഗ്യതയില്ല, PhDക്ക് അവർക്ക് യോഗ്യതയില്ല. ഈ യോഗ്യതയില്ലാത്ത ഒരു ദുരന്തം മനുഷ്യരാശി അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് മനുഷ്യർ അനുഭവിക്കുമെന്ന് ആദ്യമേ കണ്ടുപിടിച്ചത് ആരാണ്? ട്രേസ് ഔട്ട് ചെയ്തത്, ആ പ്രോബ്ലം ട്രേസ് ഔട്ട് ചെയ്തത് ആരാണ്? ദൈവമാണ്. ശരിക്കും ഞാൻ അത് കുറച്ച് കണ്ണെന്ന് പറഞ്ഞു പോകും. നമുക്ക് മനുഷ്യന്മാരുടെ മുഴുവൻ പ്രശ്നം എന്താണ്? അവർക്ക് ആ ഒരു സബ്ജക്റ്റിൽ യോഗ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ സബ്ജക്റ്റ്. ഇപ്പം ഞാൻ പഠിക്കണ കാലത്ത് ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, പഠിക്കണ കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്ര ഉണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനക്കാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ 1 കൊല്ലമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3ാം നിര എൻ്റെ ഡോർമെട്രിയിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരെ വെളുപ്പിന് 3:30 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി
പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെറിറ്റില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെറിറ്റില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെറിറ്റില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുകയാണ്. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണ് തുറന്നാലേ എൻ്റെ ജീവിതമുള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാനും പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല. അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് കുർബാന ചെല്ലണം, അത്രയേ ഉള്ളൂ. അത് ഇനി ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ. 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയല്ലേ. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ്. നിൻ്റെ ആരോഗ്യമല്ല, കർത്താവിൻ്റെ ആയുസ്സിൻ്റെ അഭിഷേകവും ആരോഗ്യം. അതാണ് ആന്തരികമായ ആരോഗ്യം. കർത്താവ് തീരുമാനിച്ചാൽ നീ നിലനിൽക്കും. കൈയിടിച്ച് കർത്താവിനെ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാ അനുദിനവും. ഞാൻ എൻ്റെ വീട് വെഞ്ചരിച്ചപ്പോൾ എൻ്റെ അമ്മയാണ് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് എൻ്റെ പള്ളിയിലെ അച്ഛനോട് ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മയെ വെച്ചിട്ട് ഞാൻ എന്ത് വെക്കുകയുള്ളൂ. എൻ്റെ മോനും അതുപോലെയാണ്. എൻ്റെ മോന് ആദ്യം വിശ്വാസമൊന്നുമില്ല, കുഞ്ഞു കുട്ടിയാണ്. പക്ഷെ അവന് കാർട്ടൂണും കാര്യങ്ങളും കാണുമ്പോൾ ഞാനിങ്ങനെ ഓരോന്നും പറഞ്ഞു കൊടുക്കും. നമുക്ക് ഈശോ തന്നത് എല്ലാം ഉള്ളൂ, നമുക്കൊന്നുമില്ല മോനെ, നമുക്കൊന്നുമില്ല. പക്ഷെ ഞാൻ അവന് ഉപ്പും തേനും ഒക്കെ കൊടുത്ത് അവന് ഒത്തിരി വിശ്വാസമായി. എക്സാമിന് എന്ന് രാവിലെ 6:45 സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പം അമ്മ പ്രാർത്ഥിക്കുക, ഓടി പ്രേയർ റൂമിൽ പോവും, പ്രാർത്ഥിക്കും. എന്നോട് പറയും, അമ്മ ഓയിൽ എനിക്ക് തേച്ചതാ. അപ്പം ഞാൻ കുരിശ് വരച്ച് അങ്ങനെയാണ് എൻ്റെ മോൻ പോകുന്നത്. ഒരു ചെറിയ കാശ് രൂപമുണ്ട്, അത് എന്നും അത് സ്കൂളിൽ കൊണ്ടുപോകും. ഒരു ദിവസം പോലും മാറ്റി വെക്കത്തില്ല. അവൻ്റെ ക്രിസ്ത്യൻ സ്കൂളാണ്, പക്ഷേ അതൊന്നും അലൗഡല്ല. എങ്കിലും അവൻ്റെ കയ്യിലൊരു ചെറിയൊരു റോസറി ഉണ്ട്, റോസറി വെക്കും. പോകുന്ന വഴിക്ക് എല്ലാം വിശ്വാസ പ്രമാണം എൻ്റെ മോൻ ചൊല്ലും. ഞാൻ ചിലപ്പോൾ എനിക്ക് സ്പൈന് പ്രോബ്ലം ഉണ്ട്, അപ്പം ഞാൻ പറയും, മോനെ വിശ്വാസ പ്രമാണം ചൊല്ല, എനിക്ക് ഓയിലിട്ട് തരാം. ഓടിപ്പോയി എടുത്തുകൊണ്ട് വന്നിട്ട് എനിക്ക് കുരിശ് വരച്ചിട്ട് തന്നിട്ട്, അമ്മ കുറഞ്ഞോ? ഇപ്പം ഞാൻ പറയും, മോന് കുറവുണ്ട്. അങ്ങനെ എൻ്റെ മോന് നല്ല വിശ്വാസമായി. എൻ്റെ ഹസ്ബൻഡുമായുള്ള പ്രശ്നത്തിൽ ഞാൻ എൻ്റെ കാശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ട് ഒരു ദിവസം ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചു. ഒന്നും തന്നില്ല. അത് കഴിഞ്ഞ് എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ കേസുകളെല്ലാം പിൻവലിച്ചു, ഒരു കേസ് പോലും ഇല്ല. കുടുംബക്കോടതി നിന്ന് എൻ്റെ കുട്ടിയെ കൊടുക്കണമെന്നൊരു ഓർഡർ വരെ എനിക്ക് വന്നതാണ്. പക്ഷെ എന്നോട് പറഞ്ഞു, എനിക്ക് കുഞ്ഞിനെ തിരിച്ച് വേണ്ട, നീ കുഞ്ഞിനെ നോക്കിക്കോ, അവന് വേണ്ടി എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം. ഞാൻ പറഞ്ഞു, ഒത്തിരി നന്ദി എന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ എന്നെ ആ ഹസ്ബൻഡാണ് എന്നെ ഇവിടെ കൊണ്ട് എന്നെ ആക്കിയിട്ട് പ്രാർത്ഥിച്ചിട്ട് പോയത്. എന്നോട് പറഞ്ഞു, കഴിഞ്ഞിട്ട് വിളിക്കുക, ഞാൻ തിരിച്ചു കൊണ്ടാക്കണം. ഞങ്ങളിവിടെ ഹോട്ടലിലാണ് ഇപ്പം താമസിക്കുന്നത്. ഞാൻ ഇതിനു വേണ്ടി 3 പ്രാവശ്യം ടിക്കറ്റ് എടുത്തു, പക്ഷേ എനിക്ക് വരാൻ പറ്റുന്നില്ല. വെള്ളപ്പൊക്കം മറ്റു കാരണങ്ങൾ എനിക്ക് വരാതെ ഞാനത് ക്യാൻസൽ ചെയ്തു. ഈ പ്രാവശ്യം എന്തായാലും ഞാൻ വരുമെന്ന് ഉറപ്പിച്ചു. എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് എത്തിച്ചു. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിക്ക് ഏപ്രിൽ 22-ാം തീയതി കാർ ഓടിക്കുമായിരുന്നു. പെട്ടെന്ന് സ്റ്റിയറിങ്ങിന് കയറി തീ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പെട്ടെന്ന് ഡോറ് തുറന്ന് ബെൽറ്റ് വന്ന് ആ സമയം കൊണ്ട് ഫുള്ള് തീ കത്തി. അവൾ പറയുന്ന, ചേച്ചി ഞാൻ മരണം മുന്നിൽ കണ്ടു. ഞാൻ ആദ്യം ഓർത്തത് ചേച്ചിയാണ്. ചേച്ചി എപ്പോഴും പറയും പ്രാർത്ഥിക്കണം. പക്ഷെ ഞാൻ അന്നേരം ഓർത്തു എൻ്റെ ചേച്ചി എന്ന് പറഞ്ഞു. ഞാൻ ഒരു കൂട്ടുകാരി വിളിച്ചിങ്ങനെ പറഞ്ഞു, അവൾക്കിങ്ങനെ പറ്റി, ഒറ്റയ്ക്കകത്ത് കയറ്റിയെന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് മോനോട് പറഞ്ഞു, കാശ് രൂപ എടുത്തു. ഞാൻ നേരെ പോയി ചെന്നപ്പോൾ ഓറ്റിന്ന് ഇറക്കാറായിരിക്കുന്നു. ഓറ്റിന്ന് എന്ന് കണ്ടപ്പോൾ കഴുത്ത് തൊട്ട് താഴെ വരെയും അവളെ പൊതിഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. എനിക്കത് കണ്ട് സഹിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മ മാതാവേ, ഇവക്ക് നടക്കണം, വലത് സൈഡും വലത് കൈയും, അവൾക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, ഇവക്ക് നടക്കണം, അവിടെ സ്വന്തം കാര്യം ചെയ്യണം. എൻ്റെ അമ്മ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ സഞ്ചാരി മാതാവേ, നീ വാ,
എന്നും ഞാൻ പറഞ്ഞ് അവിടെ നെറ്റിയിൽ ഞാനിങ്ങനെ കാശ് രൂപം വെച്ചു, പ്രാർത്ഥിച്ചു. അവൾക്ക് ഭയങ്കര വേദനയാണ്. കാരണം ചൂടെന്ന് പറഞ്ഞാൽ ഭയങ്കര പൊള്ളലാണ്. അവൾക്ക് സഹിക്കാൻ പറ്റത്തില്ല. ഏത് സെഡേഷൻ കൊടുത്താലും അവൾക്ക് ഉറക്കമില്ല. അവൾ 3 മാസം ഉറങ്ങിയില്ല. ഞാനിങ്ങനെ ചെല്ലും, കാരണം എനിക്ക് സ്റ്റെയർ കേസുകളൊന്നും കയറാൻ പറ്റാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആഴ്ചയിലേ പോകത്തുള്ളൂ. ഞാൻ ചെന്നു പ്രാർത്ഥിച്ചു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പത്രം എൻ്റെ കിട്ടി. ഞാൻ പത്രം കൊണ്ട് അവിടെ തലയുടെ കീഴിൽ വെച്ചു. പറഞ്ഞിട്ട്, നീ പ്രാർത്ഥിക്കുക, നീ ഒരു കത്തോലിക്ക വിശ്വാസിയല്ല, നീ പ്രാർത്ഥിക്കുക, നീ അമ്മയിലേക്ക് തിരിച്ചു വാ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പിച്ചു. അന്നോട്ട് അവൾ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയി ഉപ്പ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ധാരധാരയായിട്ട് ഒഴിച്ചു. അവൾ പറയുന്നത്, ചേച്ചി ഫ്രിഡ്ജിൽ നിന്ന് ഒരു തണുപ്പ് അനുഭവിക്കുന്ന പോലെ എൻ്റെ കൈകളിൽ എനിക്ക് തണുപ്പ് അനുഭവിക്കുന്ന, എനിക്ക് ചേച്ചി ചൂടില്ല, എനിക്ക് ഒത്തിരി ആശ്വാസമുണ്ട്. അങ്ങനെ അവൾക്ക് വളരെ അത്ഭുതകരമായ ഒരു സൗഖ്യം കിട്ടി. ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നാളെ അവൾ വന്ന് സാക്ഷി പറയും. പിന്നെ എൻ്റെ ഒരു കൂട്ടുകാരിയാണ്, സൗദിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്നൊരു ദിവസം വയ്യാതെ വന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ് വന്നത്. അങ്ങനെ നാട്ടിൽ വന്നു, ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്തു. അത് 2020 അതിനുശേഷം 2022 മസ്കറ്റിലേക്ക് പോയി. അവിടെ ചെന്ന് ജോലി ഒരു 5-6 മന്ത് ചെയ്തതിന് ശേഷം ഒരു ദിവസം പെട്ടെന്ന് വയ്യാതെ വന്നു. ഡോക്ടറെ അവിടെ കാണിച്ചു. പുള്ളിക്കാരി ഓൺകോളജി ഡിപ്പാർട്ട്മെൻറ്റിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇത് ക്യാൻസറാണ്, നാട്ടിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്യുക. അപ്പോൾ അന്ന് രാത്രി തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കോ, ടിക്കറ്റ് എത്ര ദിവസത്തെ ലീവ് എടുത്ത് വേണമെങ്കിലും ചെയ്തോ, ട്രീറ്റ്മെൻറ്റ് ചെയ്തോ. പിറ്റേ ദിവസം ഫ്ലൈറ്റിന് വന്നു. ഇവിടെ റെയ്ന മെഡിസിറ്റിയിൽ കാണിച്ചു. ഡോക്ടർ സർജറി രാവിലെ കാണിച്ചു. പിറ്റേ ദിവസം രാവിലെ PSC കഴിഞ്ഞു, സർജറി ചെയ്തു. അപ്പം ഞാൻ ലൈറ്റ് കാൻഡിൽ പ്രെയർ ഇട്ടു. എൻ്റെ ദൈവമേ, ഇനിയും തിരിച്ച് ഈ രോഗം അവൾക്ക് കൊടുക്കരുത്. കാരണം 2 കുട്ടികളുണ്ട്, ഒത്തിരി കടങ്ങളും ഒത്തിരി പ്രയാസങ്ങളുമാണ്. സ്വന്തമായിട്ടൊരു ഭവനമില്ല. പക്ഷെ സൗദിയിൽ ഒത്തിരി ജോലി പൈസയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് അതിനായി വിനിയോഗിച്ചില്ല. അപ്പോൾ ഇവിടെ നിന്ന് പോകുമ്പോൾ 8 ലക്ഷം രൂപ കടം മേടിച്ചാണ് അവൾ മസ്കറ്റിന് പോകുന്നത്. ഞാൻ പറഞ്ഞു, എൻ്റെ അമ്മേ, ഇങ്ങനെ ഒരു അസുഖം ഇനി അവൾക്ക് കൊടുക്കരുത്. ഞാൻ വന്ന് അവിടെ സാക്ഷി പറയാം, അവൾക്ക് വേണ്ടി ഞാൻ സാക്ഷി പറയാം. അവൾ വരുമ്പോൾ ഞാൻ അവളെ കൊണ്ടുവന്ന് സാക്ഷി പറയാം. ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. ബയോപ്സിയുടെ റിപ്പോർട്ട് വന്നപ്പം അങ്ങനെ ഡോക്ടർ പറഞ്ഞത് ഒരു ഗ്രോത്തും ഇല്ല, അത് നോർമലായിട്ടൊരു മുഴയാണ്, ഒരു പ്രശ്നവുമില്ല. അവൾ തിരിച്ച് മസ്കറ്റിൽ തിരിച്ചു പോയി. മാർച്ചിൽ വരുമ്പം ഇനിയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ധ്യാനം കൂടാമെന്ന് എനിക്ക് പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ദിവസവും അവൾ മാർത്തോമയാണ്. അപ്പോൾ അവൾക്ക് കൊന്ത ചൊല്ലാനോ പ്രാർത്ഥനയോ ഒന്നും അറിയത്തില്ല. ഞാൻ എല്ലാം എൻ്റെ ഫോൺ വഴി ഞാൻ അയച്ചു കൊടുത്തു. അതേപോലെ അവരുടെ ബ്രദറിനും അങ്ങനെ തന്നെയായിരുന്നു. അവർക്ക് ഭയങ്കര വിശ്വാസം, അവരുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. അവർ പറഞ്ഞു, ഇനി മാർച്ചിൽ വരുമ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാം എന്നൊരു പ്രോമിസ് എനിക്ക് തന്നിട്ടുണ്ട്.